നമസ്തേ. സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ ബ്ലോക്ക് എന്തായിരുന്നു? സുബന്ധ പരിചയം, നാമപദങ്ങളെ പരിചയപ്പെടുന്ന ബ്ലോക്കാണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ എന്തൊക്കെ പഠിച്ചു? പുല്ലിംഗത്തിൽ വരുന്ന അകാരാന്തം പുല്ലിംഗ ശബ്ദങ്ങൾ, ഇകാരാന്തം പുല്ലിംഗ ശബ്ദങ്ങൾ, ഉകാരാന്തം പുല്ലിംഗ ശബ്ദങ്ങൾ പഠിച്ചു. ഇനി യൂണിറ്റ് 2 വരുന്നത് പിതൃശബ്ദം. പുല്ലിംഗത്തിലെ പിതൃശബ്ദം ഋകാരാന്തമാണ് പിതൃശബ്ദം. പിതൃ എന്ന് പറയുമ്പോൾ ഋ എന്നാണ് അവസാനിക്കുന്നത്, അല്ലെ? അപ്പൊ പിതൃശബ്ദം എന്താണ്? പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗത്തിലെ പിതൃശബ്ദം. പിന്നെ ലതാശബ്ദം, സ്ത്രീലിംഗത്തിലെ ലതാ എന്ന ശബ്ദം എന്തായിരിക്കും? ആകാരാന്തം സ്ത്രീലിംഗം, ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നത്. പിന്നെ വനശബ്ദം, വന എന്നത്, വനം എന്നത് എന്താണ്? നപുംസകലിംഗത്തിൽ പെടുന്നതാണ്. പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല. വനം, ഫലം, പുസ്തകം, കമലം ഇതൊക്കെ എന്താണ്? നപുംസകലിംഗത്തിൽ ഉൾപ്പെടുന്ന പദങ്ങളാണ്. ആദ്യം കൊടുത്തിട്ടുള്ളത് ഋകാരാന്തഃ പുല്ലിംഗഃ പിതൃശബ്ദഃ. ഋകാരാന്തഃ എന്ന് പറഞ്ഞാൽ ഋ എന്ന കാരത്തിൽ, ശബ്ദത്തിൽ അവസാനിക്കുന്ന പുല്ലിംഗമായിട്ടുള്ള പിതൃശബ്ദം, പിതൃ എന്ന പദം. അതിലെ 7 വിഭക്തികളിലും 3 വചനങ്ങളിലും ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രഥമാ വിഭക്തിയിലെ ഏകവചനം പിതാ, പിതാവ്. ദ്വിവചനം എന്താണ്? ഇത് മുമ്പ് പറഞ്ഞ പദങ്ങളെക്കാൾ വ്യത്യാസമുണ്ട്. ദ്വിവചനം എന്താണ്? പിതരൗ, പിതരൗ. അപ്പൊ എന്താണ്? 2 പിതാക്കന്മാർ, 2 പേരുടെ അച്ഛന്മാർ ഇങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. അപ്പൊ പിതരൗ, പിതാക്കന്മാർ, 2 പേർ, 2 പിതാക്കന്മാർ. ബഹുവചനം പിതരഹ, പിതാക്കന്മാർ അല്ലെങ്കിൽ കുറെ പിതാക്കന്മാർ, അച്ഛന്മാർ. സംബോധന പ്രഥമ എങ്ങനെയാണ് അതിന്റെ വരിക? ഹേ പിതഃ, ഹേ പിതരൗ, ഹേ പിതരഹ, അല്ലയോ പിതാവേ എന്ന് സംബോധന ചെയ്യണമെങ്കിൽ നമ്മൾ ഹേ പിതഃ എന്ന് എഴുതണം. ദ്വിതീയ വിഭക്തിയിൽ ഏകവചനം പിതരം എന്നാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, അച്ഛനെ വിളിച്ചു, പിതാവിനെ വിളിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ദ്വിതീയ വിഭക്തിയിൽ പിതരം എന്ന് പ്രയോഗിക്കണം. അതിന്റെ ദ്വിവചനം എന്താണ്? പിതരൗ, 2 പിതാക്കന്മാരോട് അല്ലെങ്കിൽ 2 പിതാക്കന്മാരെ. പിന്നെ പിതൃൻ, കുറെ പിതാക്കന്മാരെ അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ പിതാക്കന്മാരോട്. തൃതീയ വിഭക്തിയിൽ അർത്ഥം എന്താണ്? എങ്ങനെയാണ് വരുന്നത്? പിത്ര പിതൃഭ്യാം പിതൃഭിഹി. പിത്ര പിതാവിനാൽ, പിതാവിനെ കൊണ്ട്, അച്ഛനെ കൊണ്ട്, അച്ഛനിലൂടെ ആണ് ഞാൻ അറിഞ്ഞത്, അച്ഛനാലാണ് ഞാൻ അത് ചെയ്തത് എന്നൊക്കെ പറയണമെങ്കിൽ ഏത് വിഭക്തിയിൽ വേണം? തൃതീയ വിഭക്തിയിൽ വേണം പ്രയോഗിക്കാൻ. അതിൽ ഏകവചനം പിത്ര എന്നാണ്, ദ്വിവചനം പിതൃഭ്യാം എന്നാണ്, ബഹുവചനം പിതൃഭിഹി എന്നാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഈ 3 വചനങ്ങളിലെയുമുള്ള രൂപങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. അടുത്തത് ചതുർത്ഥി വിഭക്തിയാണ്. അപ്പോൾ പിതാവിനായിക്കൊണ്ട്, അച്ഛനായിക്കൊണ്ട് ഒരു സമ്മാനം നൽകി എന്നൊക്കെ പറയണമെങ്കിൽ ആയിക്കൊണ്ട് എന്ന അർത്ഥത്തിൽ പിതാ എന്ന് മാത്രം എഴുതിയാൽ ആ അർത്ഥത്തിലേക്ക് വരില്ല. അതിന് ചതുർത്ഥി വിഭക്തിയിൽ എഴുതിയാൽ മാത്രമേ ആ അർത്ഥം കിട്ടുകയുള്ളൂ. അപ്പൊ എന്ത് നമ്മൾ എഴുതണം? പിത്രേ എന്ന് എഴുതണം. പിന്നെ ദ്വിവചനം എന്താണ്? പിതൃഭ്യാം, 2 പിതാക്കന്മാർക്ക് വേണ്ടി, 2 അച്ഛന്മാർക്ക് വേണ്ടി. പിതൃഭ്യഃ, അച്ഛന്മാർക്ക് വേണ്ടി, കുറെ പിതാക്കന്മാർക്ക് വേണ്ടി. അല്ലെങ്കിൽ അത് ബഹുവചനാണ്, കുറെ പേരുണ്ടെങ്കിൽ പറയാനാണ്. ഇനി പഞ്ചമി വിഭക്തി എന്താണ്? പിതുഹു പിതൃഭ്യാം പിതൃഭ്യഃ. പിതുഹു, അച്ഛനിൽ നിന്ന്, പിതാവിൽ നിന്ന് ഞാൻ ആ കാര്യം അറിഞ്ഞു
പിതാവിനേക്കാളും അച്ഛനേക്കാളും എന്നൊക്കെ പറയാൻ ഏതാണ് പിതുഹു എന്ന് പ്രയോഗിക്കണം. ദ്വിവചനത്തിലാണെങ്കിൽ പിതൃഭ്യാം, ബഹുവചനത്തിലാണെങ്കിൽ പിതൃഭ്യഃ. അപ്പോൾ ഇതിലും എന്താണ് തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്നീ വിഭക്തികളിൽ ദ്വിവചനം ഒരുപോലെയാണ് വരുന്നത്. അതുപോലെ ചതുർത്ഥിയിലും പഞ്ചമിയിലും എന്താണ് ബഹുവചന രൂപവും ഒരുപോലെയാണ്, പിതൃഭ്യഃ എന്നാണ് വരുന്നത്. ഷഷ്ഠി വിഭക്തിയിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പ്രയോഗിക്കണം? പിതുഹു എന്ന് പ്രയോഗിക്കണം. ഇനി രണ്ട് അച്ഛന്മാരുടെ, രണ്ട് പിതാക്കന്മാരുടെ എന്ന് പറയണമെങ്കിൽ പിത്രോഹോ എന്ന് പ്രയോഗിക്കണം. ബഹുവചനത്തിൽ അച്ഛന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ, അപ്പോൾ അച്ഛന്മാരുടെ ഒരു ആശങ്കയാണ് എന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനെ പ്രയോഗിക്കണം? സംസ്കൃതത്തില് പിതൃണാം എന്ന് പ്രയോഗിക്കണം. ഇപ്പോൾ പിതാക്കന്മാരുടെ, അച്ഛന്മാരുടെ ദിവസമാണ് ഇന്ന്. അപ്പൊ പിതൃണാം ദിവസഃ അയം എന്ന് വേണം പ്രയോഗിക്കാം. അപ്പൊ പിതൃണാം അച്ഛന്മാരുടെ, പിതാക്കന്മാരുടെ. ഇനി സപ്തമി വിഭക്തിയുടെ എന്തായിരുന്നു അർത്ഥം? അതിങ്കൽ, അതിൽ വെച്ച്, അതിൽ വെച്ച് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ അച്ഛൻ എന്ന പദത്തെ പ്രയോഗിക്കും? അച്ഛനിൽ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പിതരി, പിതാവിൽ. പിത്രോഹോ രണ്ട് അച്ഛന്മാരിൽ അല്ലെങ്കിൽ രണ്ട് അച്ഛന്മാരിൽ വെച്ച്. ബഹുവചനം എന്താണ്? പിതൃഷു, പിതാക്കന്മാരിൽ വെച്ച്, പിതാക്കന്മാരിൽ എന്ന് പ്രയോഗിക്കണം. അപ്പോൾ പിതൃശബ്ദത്തിന്റെ സിദ്ധരൂപം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിതാ പിതരൗ പിതരഃ, ഹേ പിതഃ ഹേ പിതരൗ ഹേ പിതരഃ, പിതരം പിതരൗ പിതॄൻ, പിത്രാ പിതൃഭ്യാം പിതൃഭിഃ, പിത്രേ പിതൃഭ്യാം പിതൃഭ്യഃ, പിതുഃ പിതൃഭ്യാം പിതൃഭ്യഃ, പിതുഃ പിത്രോഹോ പിതॄണാം, പിതരി പിത്രോഹോ പിതൃഷു ഇങ്ങനെ വേണം പ്രയോഗിക്കാൻ. അപ്പോൾ ഓരോ വിഭക്തിയിലെയും അർത്ഥം എന്താണ് എന്ന് നോക്കുക. ആ അർത്ഥത്തിൽ പിതൃശബ്ദത്തെ പ്രയോഗിക്കാൻ പഠിക്കുക. ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥത്തിൽ ആ വിഭക്തിയിൽ തന്നെ വേണം ആ വാക്കുകൾ എഴുതാൻ, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും. ഇപ്പോൾ മുമ്പ് പറഞ്ഞ അകാരാന്തം, ഇകാരാന്തം, ഉകാരാന്തം അതിലൊക്കെ മറ്റ് ശബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിതൃശബ്ദത്തിലും വരുന്നുണ്ട്. ഋ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന മറ്റ് പദങ്ങൾ ഏതൊക്കെയാണ്? ഭ്രാതൃശബ്ദം, ജാമാതൃശബ്ദം മുതലായവ. അപ്പോൾ ഭ്രാതൃശബ്ദം എങ്ങനെ വരും? ഭ്രാത, ഭ്രാതരൗ, ഭ്രാതരഃ എന്ന് പ്രഥമ വിഭക്തിയിൽ വരും. ദ്വിതീയയിൽ ഭ്രാതരം, ഭ്രാതരൗ, ഭ്രാതൃൻ എന്ന് വരും. തൃതീയയിൽ ഭ്രാത്ര, ഭ്രാതൃഭ്യാം, ഭ്രാതൃഭിഃ. ചതുർത്ഥിയിൽ ഭ്രാത്രേ, ഭ്രാതൃഭ്യാം, ഭ്രാതൃഭ്യഃ. പഞ്ചമി ഭ്രാതുഃ, ഭ്രാതൃഭ്യാം, ഭ്രാതൃഭ്യഃ. ഷഷ്ഠി ഭ്രാതുഃ, ഭ്രാത്രോഃ, ഭ്രാതॄണാം. സപ്തമി ഭ്രാതരി, ഭ്രാത്രോഃ, ഭ്രാതൃഷു എങ്ങനെയാണ് വരുന്നത്. ഇനി ജാമാതൃ ശബ്ദമാണെങ്കിലോ ജാമാത, ജാമാതരൗ, ജാമാതരഃ. ഇവിടെ ആ പിത എന്നുള്ളത് മാറിയിട്ട് എന്താവും? ജാമാത എന്നായി മാറുന്നു. പിന്നെ ജാമാതരം, ജാമാതരൗ, ജാമാതൃൻ എന്നാകുന്നു. ജാമാത്ര, ജാമാതൃഭ്യാം, ജാമാതൃഭിഃ. ജാമാത്രേ, ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ എന്നാണ് അർത്ഥം. ഭ്രാതാവ് പറഞ്ഞാൽ ആരാണ്? സഹോദരൻ. അപ്പോൾ ചതുർത്ഥി ഭക്തിയിൽ ജാമാതൃ ശബ്ദം എങ്ങനെ വരും? ജാമാത്രേ, ജാമാതൃഭ്യാം, ജാമാതൃഭ്യഃ. പഞ്ചമിയില് ജാമാതുഃ, ജാമാതൃഭ്യാം, ജാമാതൃഭ്യഃ. ഷഷ്ഠിയില് ജാമാതുഃ, ജാമാത്രോഃ, ജാമാതॄണാം. സപ്തമിയില് ജാമാതരി, ജാമാത്രോഃ, ജാമാതൃഷു. പരീക്ഷയ്ക്ക് പിതൃശബ്ദമേ കാണാറുള്ളൂ. ഇനി അഥവാ ഭ്രാതൃശബ്ദം കണ്ടാലും പിതാശബ്ദം പഠിച്ചിട്ട് ആ പിത എന്ന പദത്തിന് പകരം ഭ്രാത എന്ന പദം ഉപയോഗിക്കാം. എന്നിട്ട് ആ ദീർഘവും ഔ എന്നതും വിസർഗവും എല്ലാം അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? ഭ്രാതൃശബ്ദത്തിന്റെ സിദ്ധരൂപമാകും. അതുപോലെ തന്നെ ബാലശബ്ദത്തിലും ബാലഹ, ബാലോ, ബാലഹ. അപ്പൊ ബാല എന്ന പദത്തിന് പകരം രാമ, കൃഷ്ണ എന്നാക്കി കഴിഞ്ഞാൽ ആ പദങ്ങളുടെ വിഭക്തി രൂപങ്ങൾ കിട്ടും.
അതുപോലെ തന്നെ പിതൃശബ്ദത്തിൻ്റെയും പിത എന്നതിന് പകരം ഭ്രാത എന്നോ ജാമാത എന്നോ ആക്കി കഴിഞ്ഞാൽ ആ ശബ്ദങ്ങളുടെ വിഭക്തിയിലെ രൂപങ്ങൾ കിട്ടും. അടുത്തത് ആകാരാന്തഃ സ്ത്രീലിംഗഃ ലതാ ശബ്ദഃ. ലതാ മിക്കവാറും സ്ത്രീ ശബ്ദങ്ങളെല്ലാം അവസാനിക്കുന്നത് ആകാരാന്തം അല്ലെങ്കിൽ ഈകാരാന്തം ഒക്കെ ആയിരിക്കും. അപ്പോൾ ആകാരാന്തത്തിൽ ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളുടെ, പുല്ലിംഗ പദങ്ങളിലൊന്നും തന്നെ ആ എന്ന് അവസാനിക്കുന്നത് വരുന്നില്ല, അധികമൊന്നും വരുന്നില്ല, അപൂർവം ചിലതേ വരുന്നുള്ളൂ. സ്ത്രീലിംഗത്തിലാണ് പൊതുവെ ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പേരാണ് എടുക്കുക, ലത എന്ന പേര്. അതുപോലെ തന്നെ സീത, രമ, കൃഷ്ണ, യമുന, അതുപോലെ സ്ത്രീകളുടെ എല്ലാം മിക്കവാറും പേരുകൾ, അനാമിക, അഖില എന്നുള്ള പേരുകളും. അതെങ്ങനെ പ്രയോഗിക്കണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രഥമ വിഭക്തിയിൽ എങ്ങനെ വരും? ഏകവചനം ലത എന്ന് തന്നെ വരും, ദ്വിവചനം ലതേ, ബഹുവചനം ലതാഹ. അപ്പൊ ലത എന്ന് പറഞ്ഞാൽ ഒരു ലത, ലതേ രണ്ട് ലതമാർ, ലതാഹ കുറെ മൂന്നോ അതിൽ കൂടുതലോ ലതമാർ. സംബോധന പ്രഥമ എങ്ങനെ വരും? ഹേ ലതേ, ഹേ ലതേ, ഹേ ലതാഹ. സംബോധന ചെയ്യണം, അല്ലയോ ലതേ എന്ന് വിളിക്കണമെങ്കിൽ ഹേ ലതേ എന്ന് നമ്മൾ പ്രയോഗിക്കണം. ദ്വിതീയ വിഭക്തിയിൽ എങ്ങനെയാണ്? ലതാം, ലതേ, ലതാഹ. ലതയെ വിളിച്ചു, ലതയോട് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്? ലതാം, ലതയെ, ലതാഹ ലതമാരോട് പറഞ്ഞു. തൃതീയ ലതയാ, ലതയാൽ അല്ലെങ്കിൽ ലത കാരണം. സീതയാണെങ്കിൽ സീത കാരണം, സീതയെ കൊണ്ട്. ലതാഭ്യാം, ലതാഭിഹി. ചതുർത്ഥി വിഭക്തി എങ്ങനെയാണ്? ലതായേ. ബാലശബ്ദത്തിൽ ബാലായ എന്നാണ് പറഞ്ഞത്. ലതാശബ്ദത്തിൽ എങ്ങനെയാണ്? ലതായേ, ലതയ്ക്കായിക്കൊണ്ട്. സീതായേ എന്നാണെങ്കിൽ സീതയ്ക്കായിക്കൊണ്ട്. ലതാഭ്യാം, ലതാഭ്യഃ. പഞ്ചമി എങ്ങനെയാണ്? ലതായാഹ, ലതാഭ്യ, ലതാഭ്യഃ. അർത്ഥത്തിനെ ഇങ്ങോട്ട് എടുക്കുക. ലതായാഹ ലതയിൽ നിന്നും, ലതയേക്കാളും. ലതാഭ്യാം രണ്ട് ലതകളിൽ നിന്നും അല്ലെങ്കിൽ കുറെ ലതകളിൽ നിന്നും. ഷഷ്ടിക്ക് എന്താണ് അർത്ഥം? ഇക്കന്റെ കൂടെ. അപ്പോൾ ലതായാഹ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ലതയുടെ, ലതയുടെ പുസ്തകം. അല്ലെങ്കിൽ ലത എന്നുള്ളതിന് വള്ളി എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ ലതായാഹ ശിഖരം അങ്ങനെയൊക്കെ പറയാം. ലതയോഹോ രണ്ട് ലതകളുടെ, ലതാനം ലതകളുടെ അല്ലെങ്കിൽ വള്ളികളുടെ, അല്ലെങ്കിൽ ലത എന്ന പേരായ ആ പേരുള്ളവരുടെ, ലതകളുടെ. സപ്തമിക്ക് എന്താണ് അർത്ഥം? അതിങ്കൽ, അതിൽ വെച്ച്. ഇപ്പൊ ലതായാം എന്ന് പറഞ്ഞാൽ ലതയിൽ വെച്ച് അല്ലെങ്കിൽ ലതയിൽ, വള്ളിയിൽ. ലതയോഹോ ലതാസു, ലതാസു പറഞ്ഞാൽ ലതമാരിൽ വെച്ച് അല്ലെങ്കിൽ വള്ളികളിൽ വെച്ച് എന്നിങ്ങനെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലതാശബ്ദം ആകാരാന്തം സ്ത്രീലിംഗം ലതാശബ്ദത്തിന്റെ 7 വിഭക്തികളെ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ രമാശബ്ദം, മാലാശബ്ദം, ദുർഗാശബ്ദം, സീതാശബ്ദം മുതലായവയും പ്രയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് വരിക? രമാശബ്ദം എങ്ങനെ വരും? രമാം, രമേ, രമാഹ എന്ന് പ്രഥമയിൽ വരും. രമാം, രമേ, രമാഹ എന്ന് ദ്വിതീയയിൽ വരും. ലമയ, രമയ, രമാഭ്യാം, രമാഭിഹി എന്ന് വരും. പിന്നെ ചതുർത്ഥിയില് രമായേ, രമാഭ്യാം, രമാഭ്യഹ എന്ന് വരും. പഞ്ചമിയില് രമായാഹ, രമാഭ്യാം, രമാഭ്യഹ എന്ന് വരും. ഷഷ്ഠിയില് രമായാഹ, രമയോഹോ, രമാണാം എന്ന് വരും. സപ്തമിയില് രമായാം, രമയോഹോ, രമാസു എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ലതാശബ്ദത്തിന്റെ സിദ്ധരൂപം വരുന്നത്. ഇനി നപുംസകലിംഗത്തിലെ വന ശബ്ദം. വന എന്ന് പറയുമ്പോൾ അ എന്ന ശബ്ദമാണ് അവസാനം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അകാരാന്തഃ നപുംസകലിംഗഃ വന ശബ്ദഃ. അകാരാന്തം നപുംസകലിംഗം വന ശബ്ദം. ഇനി അതിന്റെ ഓരോ വിഭക്തികളിലെയും രൂപങ്ങൾ നോക്കാം. പ്രഥമ വിഭക്തിയിൽ എങ്ങനെയാണ്? വനം, വനേ, വനാനി. വനം എന്ന് പറഞ്ഞാൽ ഒരു വനം, ഒരു കാട്. വനേ രണ്ട് വനങ്ങൾ, രണ്ട് കാടുകൾ. വനാനി കുറേ വനങ്ങൾ. ഇനി സംബോധന പ്രഥമ എങ്ങനെയാണ്? ഹേ വന,
ഹേ വനേ ഹേ വനാനി അല്ലയോ വനമേ. ദ്വിതീയ വനം വനേ വനാനി കാടിനെ വനത്തിനെ അല്ലെങ്കിൽ വനത്തിനോട്, വനത്തിലേക്ക് പോയി, വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയണമെങ്കിൽ വനത്തിലേക്ക് പോയി എന്ന് പറയണമെങ്കിൽ വനം എന്ന് പ്രയോഗിക്കണം. വനേ വനാനി. അപ്പൊ അതില് എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, പ്രഥമാ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും വരുന്നത് ഒരുപോലെ തന്നെയാണ്. വനം വനേ വനാനി, വനം വനേ വനാനി. ഇനി തൃതീയ മുതൽ എങ്ങനെയാ വരുന്നത്? വനേന വനാഭ്യാം വനൈഹി. ചതുർത്ഥിയോ വനായ വനാഭ്യാം വനേഭ്യഃ. പഞ്ചമി വനാത് വനാഭ്യാം വനേഭ്യഃ. ഷഷ്ഠി വനസ്യ വനയോഃ വനാനാം. സപ്തമി വനേ വനയോഃ വനേഷു. ഇത് ഏതുപോലെ തന്നെയാണ് പുല്ലിംഗത്തിലെ നമ്മൾ ബാലശബ്ദം പഠിച്ചു അല്ലെ? ബാലശബ്ദത്തിന്റെ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി പോലെ തന്നെയാണ് വനശബ്ദത്തിന്റെ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി എന്നീ രൂപങ്ങൾ വരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വരും, വനശബ്ദത്തിന്റെയും ബാലശബ്ദത്തിന്റെയും ഏതൊക്കെ വിഭക്തികളെ രൂപങ്ങളാണ് ഒരുപോലെ ഉള്ളത്? ഇപ്പൊ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി. അതുപോലെ വനശബ്ദത്തിൽ ഏതൊക്കെ വിഭക്തികളുടെ രൂപങ്ങളാണ് ഒരുപോലെയുള്ളത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രഥമാ വിഭക്തിയിലെയും ദ്വിതീയ വിഭക്തിയിലെയും രൂപങ്ങളാണ് ഒരുപോലെയുള്ളത്. വനം വനേ വനാനി, വനം വനേ വനാനി. അർത്ഥം എങ്ങനെയായിരിക്കും? തൃതീയ വിഭക്തി അല്ലെങ്കിൽ ചതുർത്ഥി വനായ വനത്തിനായിക്കൊണ്ട്, വനത്തിന് വേണ്ടി. ഇപ്പൊ പഞ്ചമി വനാത് വനത്തിൽ നിന്നും, വനത്തെക്കാളും. ഷഷ്ടി വനസ്യ വനത്തിന്റെ, കാടിന്റെ. സപ്തമി വനേ വനത്തിൽ, വനത്തിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. വനേ സിംഹഃ ആസീത്. അപ്പൊ ആ അർത്ഥത്തിലാണ്. വനേഷു കാടുകളിൽ വെച്ച് അല്ലെങ്കിൽ വനങ്ങളിൽ വെച്ച് എന്നൊക്കെ പറയാൻ വനേഷു എന്ന് നമ്മൾ പ്രയോഗിക്കും. ഇങ്ങനെയാണ് വനശബ്ദത്തിന്റെ സിദ്ധരൂപം വരുന്നത്, 7 വിഭക്തികളെയും രൂപം വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ വന എന്ന ആ പദത്തിന് പകരം ജ്ഞാന, ധന, ഫല, നയന, മുഖ, പുസ്തക, ഫല എന്നീ പദങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ ആ പദങ്ങളുടെ നപുംസകലിംഗത്തിലെ രൂപങ്ങൾ കിട്ടും. അതെങ്ങനെയായിരിക്കും? ജ്ഞാനം എന്ന പദമാണെങ്കിൽ ജ്ഞാനം, ജ്ഞാനേ, ജ്ഞാനാനി എന്ന് പ്രഥമ വരും. ദ്വിതീയയിൽ വീണ്ടും ജ്ഞാനം, ജ്ഞാനേ, ജ്ഞാനാനി. തൃതീയയിൽ ജ്ഞാനേന ജ്ഞാനാഭ്യാം ജ്ഞാനൈഹി. ചതുർത്ഥിയിൽ ജ്ഞാനായ ജ്ഞാനാഭ്യാം ജ്ഞാനേഭ്യഃ. പഞ്ചമി ജ്ഞാനാത് ജ്ഞാനാഭ്യാം ജ്ഞാനേഭ്യഃ. ഷഷ്ഠി ജ്ഞാനസ്യ ജ്ഞാനയോഃ ജ്ഞാനാനാം. സപ്തമി ജ്ഞാനേ ജ്ഞാനയോഃ ജ്ഞാനേഷു. അങ്ങനെയാണ് വരുന്നത്. ഈ പുസ്തക ശബ്ദമാണെങ്കിൽ പുസ്തകം പുസ്തകേ പുസ്തകാനി, പുസ്തകം പുസ്തകേ പുസ്തകാനി, പുസ്തകേന പുസ്തകാഭ്യാം പുസ്തകൈഹി, പുസ്തകായ പുസ്തകാഭ്യാം പുസ്തകേഭ്യഃ, പുസ്തകാത് പുസ്തകാഭ്യാം പുസ്തകേഭ്യഃ, പുസ്തകസ്യ പുസ്തകയോഃ പുസ്തകാനാം, പുസ്തകേ പുസ്തകയോഃ പുസ്തകേഷു എന്നിങ്ങനെയാണ് 7 വിഭക്തികളിലും രൂപം വരുന്നത്. ഇനിയിപ്പോൾ കമല ശബ്ദം, താമര, അത് പൊതുവെ കാണാറുള്ളതാണ്. കമലം, കമലേ, കമലാനി, വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ അവസാനിക്കുന്നത് ഒരുപോലെയായിരിക്കും. അപ്പോൾ പദങ്ങൾക്ക് വന എന്നതിന് പകരം കമല, നയന, ജ്ഞാന എന്നിങ്ങനെ പദം ചേരുമെന്നേ വ്യത്യാസം ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഓരോ വിഭക്തികൾക്കും അവയുടെ അർത്ഥത്തിനും അനുസരിച്ച് ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും അർത്ഥവത്തായിട്ട് വാക്യങ്ങളെ പ്രയോഗിക്കാനാണ് നമ്മൾ ഈ ഓരോ പദത്തിൻ്റെയും ഇങ്ങനെ 21 രൂപങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 7 വിഭക്തിയും 3 വചനങ്ങളുമായിട്ട്. ഇത് ഇത്രയും പഠിക്കുന്നത് എന്തിനാണ്? അർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ സംസ്കൃത വാചകങ്ങൾ എഴുതുവാനും അതുപോലെ തന്നെ ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മളിന്ന് നോക്കിയത്? പിതൃശബ്ദം, ഋകാരാന്തം പിതൃശബ്ദം, ആകാരാന്തം സ്ത്രീലിംഗം ലതാശബ്ദം, പിന്നെ അകാരാന്തം നപുംസകലിംഗം വനശബ്ദം. ഇത്രയും എണ്ണത്തിൻ്റെ അർത്ഥവും ഇങ്ങനെ രൂപം എങ്ങനെ വരുന്നു എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. നന്ദി.